ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിലും മിന്നുന്ന ജയം സ്വന്തമാക്കി പരമ്പര പോക്കറ്റിലാക്കിയെങ്കിലും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും ആരാധകർക്കിടയിലും ഒരു വലിയ ആശങ്ക പുകയുകയാണ്. അത് മറ്റൊന്നുമല്ല, ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായ മലയാളി താരം സഞ്ജു സാംസണിന്റെ ദയനീയമായ ഫോമാണ്. T20 ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡും ഉയർന്ന സ്ട്രൈക്ക് റേറ്റുമുള്ള സഞ്ജു ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറിയെന്ന് കരുതിയ ഘട്ടത്തിലാണ് വീണ്ടും പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് വീണിരിക്കുന്നത്. ലോകകപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന ഈ പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷയായിരുന്നു. എന്നാൽ നാഗ്പൂരിലും റായ്പൂരിലും ഗുവാഹത്തിയിലും കണ്ടത് പഴയ ആത്മവിശ്വാസമില്ലാത്ത, ക്രീസിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന സഞ്ജുവിനെയാണ്. ഇതോടെ പുറത്തിരുത്തിയ മുൻ ഓപ്പണർ ശുഭ്മാൻ ഗില്ലിനെ തിരികെ വിളിക്കണമെന്ന മുറവിളി സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ്. കണക്കുകൾ സംസാരിക്കുന്നു. ന്യൂസിലാൻഡ് പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ പരിശോധിച്ചാൽ ആർക്കും നിരാശ തോന്നും. 10-6-0. ഒരു ഓപ്പണർ എന്ന നിലയിൽ പവർ പ്ലേ മുതലാക്കേണ്ട താരം ക്രീസിൽ നിലയുറപ്പിക്കാൻ പോലും കഴിയാതെ മടങ്ങുന്നത് ടീമിന് നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല. നാഗ്പൂർ മികച്ച ടച്ചിലാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് 10 റൺസിന് പുറത്തായി. റായ്പൂർ ഭാഗ്യം തുണച്ചിട്ടും സഞ്ജുവിന് അത് മുതലാക്കാനായില്ല. ഡേവൻ കോൺവേ സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ ഒരു ക്യാച്ച് കൈവിട്ടതിലൂടെ ഗോൾഡൻ ഡെക്കിൽ നിന്ന് സഞ്ജു രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ആ ജീവൻ ലഭിച്ചിട്ടും മാറ്റ് ഹെൻറിയുടെ പന്തിൽ 6 റൺസിന് അദ്ദേഹം കീഴടങ്ങി. ഗുവാഹത്തി നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. കണക്കുകൾ പരിശോധിച്ചാൽ സഞ്ജുവിന്റെ അവസാന അർദ്ധ സെഞ്ചുറി പിറന്നിട്ട് 8 ഇന്നിംഗ്സുകൾ പിന്നിട്ടിരിക്കുന്നു. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെയായിരുന്നു ആ പ്രകടനം. അവസാനമായി ഒരു വലിയ സ്കോർ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം നവംബർ 24-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ്. അതിനുശേഷം കളിച്ച മത്സരങ്ങളിലൊന്നും സഞ്ജു എന്ന മാച്ച് വിന്നറെ കാണാൻ സാധിച്ചിട്ടില്ല. സഞ്ജുവിന്റെ പരാജയം ആഘോഷമാക്കുന്നത് ശുഭ്മാൻ ഗില്ലിന്റെ ആരാധകരാണ്. T20 ലോകകപ്പ് മുന്നിൽ കണ്ട് സ്ട്രൈക്ക് റേറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗില്ലിനെ മാറ്റി സഞ്ജുവിനെ ഓപ്പണറാക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. എന്നാൽ ഈ പരീക്ഷണം പരാജയമാണെന്ന് ഗിൽ അനുകൂലികൾ വാദിക്കുന്നു. ഇരു താരങ്ങളുടെയും T20 കരിയർ സ്റ്റാറ്റുകൾ വെച്ചാണ് ഈ വാദം കൊഴുക്കുന്നത്. ശുഭ്മാൻ ഗിൽ 36 T20 മത്സരങ്ങളിൽ നിന്ന് 869 റൺസ്, ശരാശരി 28.03, സ്ട്രൈക്ക് റേറ്റ് 140-നടുത്ത്. സഞ്ജു സാംസൺ 52 മത്സരങ്ങളിൽ നിന്ന് 1032 റൺസ്, ശരാശരി 25-ൽ താഴെ, സ്ട്രൈക്ക് റേറ്റ് 147. സഞ്ജുവിന് സ്ട്രൈക്ക് റേറ്റിൽ നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും ശരാശരിയിലും സ്ഥിരതയിലും ഗില്ലാണ് മുന്നിലെന്നാണ് കണക്കുകൾ പറയുന്നത്. ക്ലാസ് പ്ലെയറായ ഗില്ലിനെ പുറത്തിരുത്തി സ്ഥിരതയില്ലാത്ത സഞ്ജുവിനെ എന്തിന് കളിപ്പിക്കുന്നു എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാണ്. ഗില്ലിനെ തിരികെ കൊണ്ടുവന്നാൽ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനും ഒരറ്റത്ത് വിക്കറ്റ് കാത്തുസൂക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന് മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഇഷാൻ കിഷന്റെ ഉദയം. സഞ്ജുവിന് ഭീഷണി ഗിൽ മാത്രമല്ല, ഇഷാൻ കിഷൻ കൂടിയാണ്. റായ്പൂരിൽ നടന്ന 2ാം T20-യിൽ സഞ്ജു പരാജയപ്പെട്ടപ്പോൾ മധ്യനിരയിൽ നിന്ന് വന്ന് തകർത്തടിച്ച ഇഷാൻ കിഷൻ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ കൂടിയാണെന്നത് സഞ്ജുവിന്റെ സ്ഥാനത്തിന് ഇരട്ട ഭീഷണിയാണ്. ഒരു വശത്ത് യശസ്വി ജയ്സാളോ അഭിഷേക് ശർമ്മയോ അടിച്ചു തകർക്കുമ്പോൾ മറുവശത്ത് സ്ഥിരതയോടെ കളിക്കാൻ കഴിയുന്ന ഗില്ലിനെയോ അല്ലെങ്കിൽ കീപ്പിംഗ് കൂടി വഴങ്ങുന്ന ആക്രമണകാരിയായ ഇഷാനെയോ ഓപ്പണറാക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം ശക്തമാകുന്നു. ഇഷാൻ കിഷനെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറാക്കി ഗില്ലിനെ ഓപ്പണറാക്കിയാൽ ടീം ബാലൻസ് ശരിയാകുമെന്നും നിരീക്ഷകർ കരുതുന്നു. T20 ലോകകപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സാഹചര്യത്തിൽ ടീം സ്ക്വാഡിൽ വലിയൊരു മാറ്റത്തിന് BCCI തയ്യാറാകുമോ എന്നത് സംശയമാണ്. സഞ്ജുവിനെ പ്രാഥമിക വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും പ്രഖ്യാപിച്ച ശേഷം പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റുന്നത് ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം. 2024-ൽ സഞ്ജുവിന് ടീമിൽ സ്ഥിരസാന്നിധ്യം ലഭിച്ചപ്പോൾ അദ്ദേഹം 3 T20 സെഞ്ചുറികൾ നേടിയിരുന്നു. ആ മികവാണ് സെലക്ടർമാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സഞ്ജു ഒരു മാച്ച് വിന്നറാണ്, അവന് താളം കണ്ടെത്താൻ ഒരവസരം കൂടി നൽകണം എന്ന് ടീം മാനേജ്മെന്റ് കരുതുന്നുണ്ടാകാം. എന്നാൽ ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത് ആത്മഹത്യാപരമാണെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസിലാൻഡ് പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങൾ
സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. വിശ്വാസം വീണ്ടെടുക്കണം. മാനേജ്മെന്റിനും ആരാധകർക്കും നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഒരു വലിയ ഇന്നിംഗ്സ് അനിവാര്യമാണ്. സ്ഥിരത. 2024 ലഭിച്ചതുപോലൊരു സ്ഥിരത സഞ്ജു ഇനി ഒരിക്കലും കണ്ടേക്കില്ല. ഇത് മുതലാക്കിയില്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞേക്കാം. ഈഗോ മാറ്റിവെക്കണം. അജിങ്ക്യ രഹാനെ പറഞ്ഞതുപോലെ സഹതാരമായ അഭിഷേക് ശർമ്മയെ അനുകരിക്കാൻ ശ്രമിക്കാതെ സ്വന്തം ശൈലിയിൽ സമയമെടുത്ത് കളിക്കാൻ സഞ്ജു തയ്യാറാകണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയവഴിയിലാണെങ്കിലും സഞ്ജു സാംസൺ എന്ന വ്യക്തിഗത താരത്തിന്റെ പരാജയം ടീം കോമ്പിനേഷനെ ബാധിക്കുന്നുണ്ട്. ഗില്ലിന്റെയും ഇഷാന്റെയും സാന്നിധ്യം സഞ്ജുവിന്റെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ലോകകപ്പിലേക്ക് വിമാനം കയറും മുമ്പ് സഞ്ജുവിന് തന്റെ ബാറ്റിംഗിലെ പിഴവുകൾ തിരുത്താൻ കഴിയുമോ? അതോ സമ്മർദ്ദത്തിനടിപ്പെട്ട് വിക്കറ്റ് വലിച്ചെറിയുന്നത് തുടരുമോ? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും. ഒന്നുറപ്പാണ്, സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനത്തെ അവസരമാണ്.